വിന്നേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 152/2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ 40 ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ടൈപ്പിംഗ് വിപ്ലവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതൊക്കെയാണ് ശരി? 1 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. ഓൺലി 1 and 2 ആണ്. ഭരണവർഗത്തെ അട്ടിമറിച്ച ഏറ്റവും വലിയ പ്രക്ഷോഭം 2 എന്ന് പറയുന്നത് ഇത് 1850 മുതൽ 1864 വരെ നീണ്ടുനിന്നു. 16 പ്രാവശ്യങ്ങളിൽ വ്യാപിക്കുകയും 600-ലധികം നഗരങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. 2 ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി. 2 സി ആണ് ശരിയായ ഉത്തരം. ഓൺലി 1 and 2. ഫ്രഞ്ച് വിപ്ലവം ഒരു നീണ്ട സാമ്പത്തിക സാമൂഹിക വിപ്ലവത്തിന് കിരീട നേട്ടമാണ്. അത് ബൂർഷ്വാസികളെ ലോകത്തിൻ്റെ വിഷയമാക്കി മാറ്റി. 2 1789 മുതൽ 1794 വരെ വിപ്ലവം ഫ്രാൻസിൻ്റെ ചരിത്രത്തിൽ ആധുനിക സമൂഹത്തിൽ മുതലാളിത്തത്തിൻ്റെയും ബൂർഷ്വായുടെയും വരവ് അടയാളപ്പെടുത്തി. 3 അഹിംസയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അഹിംസയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. ഓൺലി 1 and 2. 1 ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം അഹിംസ ഒരു തത്വമായിരുന്നു. 2 സി.ആർ. ദാസ്, മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, മൗലാന ആസാദ്, സർദാർ പട്ടേൽ, ആചാര്യ നരേന്ദ്രദേവ് എന്നിവർക്ക് ഈ നയപരമായ കാര്യമായിരുന്നു. 4 താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ശരിയായത്? 4 ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. 72 രാഷ്ട്രീയ പ്രവർത്തകർ ചേർന്ന് 1885 ഡിസംബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 2 വിരമിച്ച ഇംഗ്ലീഷ് ICS ഉദ്യോഗസ്ഥനായ A.O. ഹ്യൂം അതിൻ്റെ രൂപീകരണത്തിന് ഒരു പ്രധാന പങ്ക് വഹിച്ചു. 3 ഈ ചോദ്യത്തിന് ചുറ്റും ശക്തവും ദീർഘകാലവും നിലനിൽക്കുന്നതുമായ ഒരു മിഥ്യാ സുരക്ഷാ വാൽവിൻ്റെ മിത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. 5 താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തെ സംബന്ധിച്ച് ശരിയായത്? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. മുകളിൽ പറഞ്ഞവയെല്ലാം 1981 ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളം ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു. 2 1970 അവസാനത്തെ ശരാശരി വരുമാനമനുസരിച്ച് ഇന്ത്യയിൽ 30ഓളം സംസ്ഥാനങ്ങളിൽ ഏറ്റവും താഴെയുള്ള മൂന്നാമത്തെ സംസ്ഥാനമായിരുന്നു കേരളം. 3 1922 സംസ്ഥാനത്തെ പ്രതിശീർഷ വരുമാനം ദേശീയ ശരാശരിയേക്കാൾ 50-60% കൂടുതലായിരുന്നു. 6 19-ാം നൂറ്റാണ്ടിൽ യാത്രാ വിവരണങ്ങളെക്കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായത്? 6 ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം വരുന്നത്. ഓൺലി 1 and 2. G.P. പിള്ളയുടെ ലണ്ടനും പാരീസും. 2 മാർ തോമസ് കുര്യളശ്ശേരിയുടെ റോമ യാത്ര. 7 ഡാഷ് അന്തരീക്ഷത്തിൻ്റെ താഴത്തെ ഭാഗം സമുദ്രനിരപ്പിൽ നിന്നും 90 കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. 7ൻ്റെ ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം വരുന്നത്. ഹോമോസ്ഫിയർ. 8 ട്രോപ്പോഗ്രാഫിക് മാപ്പിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1 ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് നിർമ്മിച്ചിട്ടുള്ളതിൻ്റെ ഉത്തരവാദിത്തം സർവേ ഓഫ് ഇന്ത്യക്കാണ്. 2 1:10 ലക്ഷം സ്കെയിൽ 1 മില്യൺ ഷീറ്റ് എന്നറിയപ്പെടുന്നു. 3 1:50,000 സ്കെയിൽ ഒരു കോണ്ടൂർ ഇടവേള 20 മീറ്ററാണ്. 4 മില്യൺ ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വിപുലീകരണം 1 ഡിഗ്രി × 1 ഡിഗ്രിയാണ്. 8ൻ്റേത് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്. ഓൺലി 1, 2 and 3. 9 ഉത്തരേന്ത്യയിലെ വലിയ സമതലങ്ങളെക്കുറിച്ച് ശരിയായ വസ്തുതകൾ തിരിച്ചറിയുക. 1 സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അലുവിലിയൽ ട്രാക്റ്റ്. 8 മുതൽ 16 കിലോമീറ്റർ വീതിയുള്ള ഇടുങ്ങിയ ബെൽറ്റാണ് ബാബർ. 3 അരുവികളുടെ പുനർജനനത്താൽ അടയാളപ്പെടുത്തിയ ഒരു ചതുപ്പ് നിലമാണ് തെറായി. 4 വെള്ളപ്പൊക്ക സമതലത്തിന് മുകളിലൂടെയുള്ള പുതിയ അലുവിലിയം കൊണ്ടാണ് ബങ്കർ നിർമ്മിച്ചിരിക്കുന്നത്. 9 ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. ഓൺലി 1 and 2 and 3. 10 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ് തെളിഞ്ഞ ആകാശവും സുഖകരമായ കാലാവസ്ഥയും കുറഞ്ഞ ഈർപ്പവും തണുത്ത കാലാവസ്ഥയുടെ സ്വഭാവ സവിശേഷതകളല്ല. 11 കേരളത്തിലെ ചെങ്കൽ മണ്ണിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. ലാറ്ററൈറ്റിനോടൊപ്പം കാറ്റനറി ക്രമത്തിൽ ഈ മണ്ണ് സംഭവിക്കുന്നില്ല. 12 പഞ്ചാബ് ജമ്മു കാശ്മീർ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഷാംപൂർ കണ്ടി അണക്കെട്ട് പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. 12 ഓപ്ഷൻ ബി ആണ് രവി നദിയിലാണ്. 13 മാർക്കറ്റ് സോഷ്യലിസത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ
ഡി ആണ് ശരി വരുന്നത്. ഓൺലി 1, 2 ആൻഡ് 4 ആണ്. 14 പൊതുമേഖലാ ബിസിനസ് അവരുടെ സ്റ്റോക്കിൻ്റെ ഒരു ഭാഗം പൊതുജനങ്ങൾക്ക് വിറ്റുകൊണ്ട് സ്വകാര്യവൽക്കരിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന പേരെന്താണ്? 14A ആണ് നിക്ഷേപം പിൻവലിക്കൽ. 15 റിപ്പോ നിരക്കിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ്. ഓൺലി 1 ആൻഡ് 2 ആണ്. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിന് നൽകുന്ന പലിശ നിരക്ക്. 2 റിപ്പോ എന്ന പദത്തിനർത്ഥം റീപർച്ചേസ് ഓപ്ഷൻ എന്നാണ്. 16 രാജ്യവ്യാപകമായി GST എന്ന ആശയം ആദ്യം നിർദ്ദേശിച്ച ടാക്സ് ഫോഴ്സ് ഏതാണ്? 16 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. കേൽക്കർ ടാക്സ് ഫോഴ്സ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ഇൻ 2000 ആണ്. 17 GSTയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായത്? 17 ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. മുകളിൽ പറഞ്ഞവയെല്ലാം. ഒരു രാജ്യം ഒരു നികുതി, ലക്ഷ്യസ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള നികുതി, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഓൺലൈൻ കോംപ്ലിയൻസ്. 18 2024 മാർച്ച് 11 ഇന്ത്യ ഡേഷുമായൊരു സുപ്രധാന സ്വതന്ത്ര കരാറിൽ ഒപ്പുവെച്ചു. 18 ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. EFTA ആണ്. 19 ഒരു വ്യക്തിയുടെ നിയമവിരുദ്ധവും അനിയന്ത്രിതവുമായ തടങ്കൽ വയ്ക്കുന്നതിന് സംരക്ഷണത്തിനുമായി താഴെ പറയുന്ന റിട്ട് പരിഗണിക്കുന്നു. 19 ഓപ്ഷൻ ബി ആണ് ഹേബിയസ് കോർപ്പസ്. 20 ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ദേശീയ താൽപ്പര്യത്തിൽ സംസ്ഥാന ലിസ്റ്റിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്താനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. ആർട്ടിക്കിൾ 249. 21 ദേശീയ അന്വേഷണ ഏജൻസി ആക്ട് 2008 താഴെ പറയുന്നതിൽ ഏത് സംസ്ഥാന സർക്കാരാണ് അടുത്തിടെ SCയിൽ ആർട്ടിക്കിൾ 131 പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്തത്? പോലീസും പബ്ലിക് ഓർഡറും സംസ്ഥാന വിഷയങ്ങളാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാനുള്ള ആത്യന്തിക അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെന്നുമാണ് പറയുന്നത്. 21 ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. ഛത്തീസ്ഗഡ്. 22 താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ശരിയല്ലാത്തത്? 22 ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്. ഓൺലി 1 ആൻഡ് 3 ആണ്. 23 താഴെ പറയുന്നതിൽ ഏതെല്ലാം ഭാഷകൾക്ക് ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ചു? 23 ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. മുകളിൽ പറഞ്ഞവയെല്ലാം. തമിഴ്, മലയാളം, ഒഡിയ, കന്നഡ. 24 ഇന്ത്യയുടെ ഭരണഘടനാ നാമം ആദ്യം മുതൽ ഇന്ന് വരെ എന്ന പുസ്തകം എഴുതിയതാരാണ്? 24 ഓപ്ഷൻ എ ആണ് അശ്വവീർ ഗജ്ബിയെ. 25 കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ സാമൂഹ്യക്ഷേമ പദ്ധതിയായ അഭയകിരണത്തിൻ്റെ ഗുണഭോക്താക്കൾ താഴെ പറയുന്നതിൽ ഏതാണ്? 25 ഓപ്ഷൻ എ ആണ് നിരാലംബരായ വിധവകളാണ്. 26 2005 വിവരാവകാശ നിയമപ്രകാരം കേരള വനിതാ കമ്മീഷനിലെ അപ്പലറ്റ് അതോറിറ്റി താഴെ പറയുന്നതിൽ ആരാണ്? 26 ഓപ്ഷൻ എ ആണ് മെമ്പർ സെക്രട്ടറി. 27 ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് കേരള എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 27 ഓപ്ഷൻ ഡി ആണ് ചടയമംഗലം. 28 ദി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി കേരളം 2010 ദുരന്തങ്ങൾ എന്നതിൻ്റെ നിർവചനത്തിന് കീഴിൽ വരുന്ന അപകടങ്ങൾ ഏതൊക്കെയാണ്? 28 ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം. ജല കാലാവസ്ഥാ ദുരന്തങ്ങൾ, ഭൂമിശാസ്ത്രപരമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, ജൈവികമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ. 29 കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ 8 ജില്ലകളിലെ തീരദേശ ആദിവാസി ആധിപത്യ പ്രദേശങ്ങളിൽ വിവരവും സ്വതന്ത്രവുമായ പൗരന്മാരെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി ഏതാണ്? 29 ഓപ്ഷൻ എ ആണ് പൗരധ്വനി. 30 കേരള പ്ലാനിംഗ് ബോർഡിനെക്കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് തെറ്റ്? 1 ഒരു ഉപദേശക സമിതിയായി പ്രവർത്തിക്കുന്നു. 2 1967 രൂപീകരിച്ചത്. 3 ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. 4 മുഖ്യമന്ത്രിയാണ് അധ്യക്ഷൻ. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്. ഓൺലി 3. 31 സർക്കാരിൻ്റെ എല്ലാ നികുതികളും മറ്റ് സാമ്പത്തിക കുടിശ്ശികകളും അടയ്ക്കാനുള്ള അവസരം പൗരന്മാർക്ക് നൽകുന്ന കേരള സർക്കാർ ഈ ഗവേണൻസ് താഴെ പറയുന്നതിൽ ഏത് സംവിധാനമാണ് അവതരിപ്പിക്കുന്നത്? 31 ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. ഫ്രണ്ട്സ് ആണ്. 32 കേരളത്തിലെ ഏത് ജില്ലയിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്ഥിതി ചെയ്യുന്നത്? 32 ഓപ്ഷൻ ബി ആണ് തിരുവനന്തപുരം. 33 കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെക്കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായത്? 33 ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ 26/8/2010 മുതൽ നിലവിൽ വന്നു. രജിസ്ട്രാർ ട്രിബ്യൂണലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ കാര്യങ്ങൾ ചുക്കാൻ പിടിക്കുന്നത് ചെയർമാനാണ്.
34. കേരളത്തിലെ താഴെ പറയുന്നതിൽ ആരാണ് സബോർഡിനേറ്റ് നിയമനിർമ്മാണ സമിതിയെ നാമനിർദ്ദേശകം ചെയ്യുന്നത്? 34 ഓപ്ഷൻ എ ആണ്, അസംബ്ലി സ്പീക്കറാണ്. 35. താഴെ പറയുന്നതിൽ ആരാണ് ലിമിറ്റഡ് ടു കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന പുസ്തകം എഴുതിയത്? 35 ഓപ്ഷൻ എ ആണ്, കെ ജോർജ് ആണ്. 36. താഴെ പറയുന്ന കേരളത്തിലെ ജില്ലകളിൽ സമ്പൂർണ്ണ ഗ്രാമീണ ബ്രോഡ്ബാൻഡ് കവറേജുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല? 36 ഓപ്ഷൻ ഡി ആണ്, ഇടുക്കി. 37. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലുതും ചെറുതുമായ അസ്ഥിയുടെ പേരെന്ത്? 37 ഓപ്ഷൻ ബി ആണ്, തുടയലും സ്റ്റേപ്പീസുകളും. 38. താഴെ പറയുന്നവ വിറ്റാമിനുകളെയും അവയുടെ കുറവുകളുള്ള രോഗങ്ങളും ചേരുംപടി ചേർക്കുക. 38 ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. 1, 3, 2, 4, 3, 2, 4, 1. വിറ്റാമിൻ എ എന്ന് പറയുന്നത് നിശാന്തത, B12 എന്ന് പറയുന്നത് 2ൻ്റെത് 4 വരുന്നത്, അനീമിയ. സി വരുന്നത് സ്കർവി, ഡി വരുന്നത് റിക്കറ്റ്സ്. 39. രോഗത്തെ അവയുടെ കാരണമായി ചേരുംപടി ചേർക്കുക. 39 ഓപ്ഷൻ ബി ആണ്, 1, 2, 2, 1, 3, 4, 4, 3 ആണ് വരുന്നത്. 40. ഓട്ടിസം ബാധിച്ചവർക്കായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് നൽകുക. 40 ഓപ്ഷൻ ബി ആണ്, സ്പെക്ട്രം.